ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ആര്യലൈസ് വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഒരു സ്നാക്സ് ഐറ്റം കൂടി ആക്കിയെടുക്കാം. ഇത് കരിമ്പനകളുടെ നാടായ പാലക്കാട് അല്ലേ, പാലക്കാട്ടിൽ നിന്നും കിട്ടുന്ന പനയിൽ നിന്ന് ലഭിക്കുന്ന വളരെ ശുദ്ധമായിട്ട് ഒരു ഗ്ലാസ് കള്ള് കിട്ടിയിരുന്നു. അത് കിട്ടിയപ്പോൾ നല്ലൊരു കള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു കിണ്ണത്തപ്പം എന്നൊക്കെ പറയാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയും 1 മുറി തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് കള്ള് കൂടി ആഡ് ചെയ്തു. ഇത് തലേന്ന് രാത്രി അരച്ച് വെച്ചതായിരുന്നു. എന്നിട്ട് പിറ്റേന്ന് ഒഴിക്കാം, അല്ലെങ്കിൽ മോർണിംഗിൽ അരച്ചിട്ട് ഈവനിങ്ങിൽ ഒഴിക്കാം. ഒരു ഇഡ്ഡലി ചട്ടിയിൽ ഒരു തട്ട് വെച്ചിട്ട് ഒരു കിണ്ണത്തിൽ നന്നായിട്ട് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അറിയാമല്ലോ നമുക്കതിൻ്റെ വേവ് എങ്ങനെ ഉണ്ടാവുമെന്ന്. നോക്കുമ്പോൾ ഇതാ സ്പൂൺ എന്തെങ്കിലും വെച്ചിങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കണം, എങ്കിൽ വെന്തു എന്നറിയാം. എല്ലാവർക്കും അറിയാം ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. എങ്കിലും നല്ല ശുദ്ധമായ ഒരു ഐറ്റം കിട്ടിയപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്തിരുന്നു. ഒരു മധുരവും ഒരു പുളിപ്പും ഉപ്പും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പഞ്ചസാര നമുക്ക് ആവശ്യത്തിനധികം വേണമെങ്കിൽ ഉപയോഗിക്കാം, കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ല സ്പോഞ്ച് പോലെ ഒരു കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്താൽ ഈ കിണ്ണത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. ഞാൻ ചൂടോടെ തന്നെ കട്ട് ചെയ്യണത്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. പക്ഷേ അത് കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം കട്ട് ചെയ്തപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും, മധുരമൊക്കെ ഉള്ളതല്ലേ. ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി കൂടി ഉണ്ടാക്കി. വൻപയർ തോരൻ കേട്ടോ. അതിനായിട്ട് കുറച്ച് പയറെടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒരു 4-5 മണിക്കൂർ വെച്ചു. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചു. അത് 2-3 മണിക്കൂർ, അല്ലെങ്കിൽ പിറ്റേന്ന് മോർണിംഗിലാണെങ്കിലും എടുക്കാം നമുക്ക്. ആ സമയത്ത് അതിങ്ങനെ മുള പൊട്ടിയിട്ടുണ്ടാവും, മുളച്ച് വന്ന പയർ. അതെടുത്തിട്ട് കടുക് താളിച്ചിടാം. കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് കടുക് താളിച്ചെടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയായി. ഇത് കണ്ടോ, ചൂടാറിയതിന് ശേഷം ഞാൻ കിണ്ണത്തപ്പം കട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു. ഞാനുണ്ടാക്കിയ കിണ്ണത്തപ്പം അല്ലെങ്കിൽ കള്ളപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി കള്ള് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ പകരം ഈസ്റ്റൊക്കെ ഉപയോഗിക്കാമല്ലോ. എന്തായാലും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ആ തണുപ്പോടെ അതൊരു ടേസ്റ്റ് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ചൂടായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് ഐറ്റം അല്ലേ ഇത്, കിണ്ണത്തപ്പം, കള്ളപ്പം എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കുറേ മുൻപ് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.